നമസ്തേ. നമ്മൾ ഭാരതീയരാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നവരാണ്. ആ അഭിമാനത്തിന് കാരണം എന്താണ്? അറിവാണ്, വേദമാണ്. ലോകത്തെ ആശ്ചര്യപ്പെടുത്തിയ 4 വേദങ്ങൾ: ഋഗ്, യജുർ, സാമ, അഥർവ വേദങ്ങൾ. ഇതിന് 4നും 4 തലമാണ്. അതിബൃഹത്താണിത്. അതിൽ ആദ്യത്തെ ഋഗ്വേദത്തിൽ തന്നെ 10 മഹാമണ്ഡലങ്ങളുണ്ട്, 1017 സൂക്തങ്ങളുണ്ട്, 10472 ഋക്കുകളുമുണ്ട്. അത്രയും ഗംഭീരമാണിത്. യജുർവേദം എന്ന് പറയുന്നത് 1999 മഹാമന്ത്രസാഗരങ്ങളാണ്. മൂന്നാമത്തെ വേദം എന്ന് പറയുന്ന സാമവേദം 9425 മന്ത്രങ്ങളാണ്. ഇപ്പോഴും നമുക്ക് പൂർണ്ണാർത്ഥത്തെ, പൂർണ്ണ തത്വത്തെ മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും വലിയ മഹാമന്ത്രങ്ങളുടെ ഒരു ഊരാപ്പൂട്ടാണ്. അഥർവവേദം എന്ന് പറയുന്നത് 1600 ഉപനിഷത്തുക്കളുടെ സമാഹാരമാണ്. ഈ ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും എന്നൊക്കെ പറയുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള 4 തലങ്ങളാണ്. ഒന്നിനെക്കുറിച്ച് പഠിക്കുന്ന ഒരാൾക്ക് മറ്റൊന്നിനെക്കുറിച്ച് അറിയണമെന്നില്ല. അത്രയും ബൃഹത്താണ്, ബ്രഹ്മാണ്ഡമാണ്. നമ്മളുടെ ജീവിതം വളരെ പരിമിതമായിട്ടുള്ള സമയത്തിൽ തീരുന്നതാണ്. ഇതുകൂടാതെയോ ഈ വേദങ്ങൾക്ക് 4 ഉപവേദങ്ങളുണ്ട്: ആയുർവേദം, ധനുർവേദം, ഗന്ധർവവേദം, സ്ഥാപത്യവേദം. ആയുർവേദം വൈദ്യശാസ്ത്രമാണ്. ധനുർവേദമോ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ആയുധശാസ്ത്രമാണ്. ഗന്ധർവവേദമോ സംഗീതശാസ്ത്രമാണ്, ശബ്ദശാസ്ത്രമാണ്. നമുക്കറിയാം, നമ്മൾ പറയാറുണ്ട്, സംഗീതത്തിൻ്റെ ആ സാഗരത്തിലേക്ക് കയറിയാൽ നമുക്ക് നീന്തി കയറി പോരാൻ പറ്റില്ല. പകച്ചു നിൽക്കുന്ന കുട്ടിയാണെന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ് ഈ ശബ്ദശാസ്ത്രം. അത്രയും ബ്രഹ്മാണ്ഡമായിട്ടുള്ള ശാസ്ത്രമാണ് സംഗീതശാസ്ത്രം, ശബ്ദശാസ്ത്രം. ഇനി 4ാമത്തെ ഉപവേദമോ സ്ഥാപത്യവേദമാണ്. തച്ചുശാസ്ത്രവും ശില്പശാസ്ത്രവും. പഠിച്ചാലും തീരില്ലാത്ത 2 വിഭാഗങ്ങൾ. ശില്പശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരാൾക്ക് തച്ചുശാസ്ത്രത്തെക്കുറിച്ച് അറിയാൻ കഴിയണമെന്നില്ല. ഇത് രണ്ടും അറിയാവുന്ന ഒരാൾക്ക് ശബ്ദശാസ്ത്രത്തെക്കുറിച്ച് അറിയണമെന്നില്ല. ശബ്ദശാസ്ത്രത്തെക്കുറിച്ച് അറിയുന്ന ഒരാൾക്ക് സംഗീതശാസ്ത്രത്തെക്കുറിച്ച് അറിയണമെന്നില്ല. ഇതെല്ലാം അറിയാവുന്ന ഒരാൾക്ക് ധനുർവേദത്തെക്കുറിച്ച്, ആയുധശാസ്ത്രത്തെക്കുറിച്ച് അറിയണമെന്നില്ല. ഇതെല്ലാം അറിയുന്ന ഒരാൾക്ക് ആയുർവേദത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയണമെന്നില്ല. ഇതുകൂടാതെയോ വേദങ്ങൾക്കൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന 108 ഉപനിഷത്തുക്കളുണ്ട്. ഇത് കൂടാതെയും ഉപനിഷത്തുക്കളുണ്ട്, അനവധി ഗ്രന്ഥങ്ങളുണ്ട്. ഇതെല്ലാം അറിയാവുന്ന ഒരാൾക്ക് അഷ്ടബുദ്ധി ഗുണങ്ങളെക്കുറിച്ച് അറിയണമെന്നില്ല. അഷ്ടബുദ്ധി ഗുണം ആത്മാവിനെക്കുറിച്ചുള്ള പഠനമാണ്. ആത്മവൈഭവത്തിൻ്റെ ഗെയിമാണത്. ആ അഷ്ടബുദ്ധി ഗുണങ്ങളെ പഠിച്ച് തത്വജ്ഞാനിയായിട്ടുള്ള ഒരാൾക്ക് അഷ്ടാംഗയോഗത്തെക്കുറിച്ച് അറിയണമെന്നില്ല. അഷ്ടാംഗയോഗവും പഠിച്ച് യോഗീതലത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് അഷ്ടസിദ്ധി ഗുണങ്ങളെക്കുറിച്ച് അറിയണമെന്നില്ല. ഈ അഷ്ടബുദ്ധി ഗുണങ്ങളും അഷ്ടാംഗയോഗവും അഷ്ടസിദ്ധിയും പഠിച്ച് ഒരേ സമയം തത്വജ്ഞാനിയും യോഗിയും സിദ്ധനുമായിട്ടുള്ള ഒരാൾക്ക് ഒരുപക്ഷെ അവതാരത്തെ പോലെ ആകാൻ കഴിയും, ദൈവത്തെ പോലെ ആകുവാൻ കഴിയും. അപ്പോഴും അവർക്ക് എന്ത് അറിയാൻ കഴിയുകയില്ല? ഭാരതത്തിൻ്റെ മഹത്തായിട്ടുള്ള 2 ഇതിഹാസങ്ങളെപ്പറ്റി അറിയാൻ കഴിയില്ല. കാരണം എന്താണ്? അത് ഇവിടെ സംഭവിച്ച ഭാരതത്തിൻ്റെ ചരിത്രമാണ്. മറക്കാനാവാത്ത, ആർക്കും മായ്ക്കുവാനോ മറച്ചു പിടിക്കുവാനോ കഴിയാത്ത 2 കാലഘട്ടങ്ങളുടെ ഭാരതത്തിൻ്റെ ചരിത്രമാണ്. ഈ രാമായണവും മഹാഭാരതവും ഈ നാടിൻ്റെ 2 മഹത്തായിട്ടുള്ള ചരിത്രങ്ങളാണ്. ഇതിഹാസം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇത് ഇവിടെ സംഭവിച്ചത് എന്നാണ് അർത്ഥം. ചരിത്രമാണത്. ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ സംഭവിച്ചത് എന്നർത്ഥം. സംഭവിച്ചത് എന്താണ്? അതാണ് ചരിത്രം, ചരിതം. ത്രേതായുഗത്തിലെയും ദ്വാപരയുഗത്തിലെയും കാലഘട്ടങ്ങളിൽ നടന്ന മഹത്തായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് രാമായണവും മഹാഭാരതവും നമ്മളോട് പറയുന്നത്. ആയിരക്കണക്കിന്, 10,000-കണക്കിന് ഋഷീശ്വരന്മാരുടെ ചരിതങ്ങളും ഭാരതത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മഹത് വ്യക്തിത്വങ്ങളുടെ ജീവിതങ്ങളുമാണ് ഈ ചരിത്രത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. ഒരിക്കലും മറന്നു പോകാതെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അതിനെയാണ് സ്മൃതികൾ എന്ന് പറയുന്നത്. ഭാരതത്തിൻ്റെ ഒരിക്കലും മറക്കാനാവാത്ത സ്മൃതികളാണ് എന്ത്? രാമായണവും മഹാഭാരതവും. സ്മൃതികൾ എന്താണ്? ഓർമ്മകളാണ്. ഓർമ്മകൾ എന്താണ്? ചരിത്രമാണ്. അത് ഇവിടെ സംഭവിച്ചതാണ്. ഞാനിത് പറയാൻ കാരണം വിശിഷ്ടമായിട്ടുള്ള നിരവധി അറിവുകളെ ലോകത്തിന് സമ്മാനിച്ച വസിഷ്ഠ മഹർഷി ഉൾപ്പെടെ
സൂര്യനാണ് പരബ്രഹ്മം എന്ന് കണ്ടെത്തിയ സൂര്യഗായത്രി മന്ത്രത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള വിശ്വാമിത്ര മഹർഷി ഉൾപ്പെടെയുള്ള ജ്യോതിശാസ്ത്ര തലങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത മായ്ക്കാനാവാത്ത അർത്ഥതലങ്ങളെ കൽപ്പിച്ച മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, വസിഷ്ഠൻ തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എണ്ണമറ്റ യോഗീശ്വരന്മാരുടെ ജീവിത ചരിത്രങ്ങൾ അടങ്ങിയിട്ടുള്ള ഇതിഹാസങ്ങളെ മനസ്സിൻ്റെ തോന്നലുകളാണ്, മനസ്സിൻ്റെ മായയാണ്. ഇതെല്ലാം നടക്കുന്നത് രാമായണവും മഹാഭാരതവും എല്ലാം നടക്കുന്നത് മനസ്സിലാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഇപ്പോഴത്തെ ആധുനിക തലത്തിൽ നിൽക്കുന്ന നമ്മളുടെ ആചാര്യന്മാർ ആയിരക്കണക്കിന് വർഷങ്ങൾ വേട്ടയാടിയ വിദേശ അക്രമകാരികൾ ചെയ്തതിലും കഷ്ടമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇന്ന് നമ്മുടെ ഇവിടുത്തെ ആധുനിക ആചാര്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഈ വേദങ്ങളെയും ഉപവേദങ്ങളെയും പുരാണങ്ങളെയും ഉപനിഷത്തുകളെയും അതുപോലെ തന്നെ ഇതിഹാസങ്ങളെയും എല്ലാം കുഴിച്ചു മൂടുവാൻ ഇവിടുത്തെ മാനവരുടെ മനസ്സ് മാറ്റി മതം മാറ്റി പൈതൃകങ്ങളെ തച്ച് തകർത്ത് നമ്മളുടെ വേദങ്ങളെ പുച്ഛിച്ച് ആക്ഷേപിച്ച് കടത്തുവാൻ ശ്രമിച്ച വിദേശാക്രമകാരികളെക്കാൾ കഠിനമായിട്ടുള്ള ദ്രോഹമാണ് നമ്മളുടെ ഇത്തരത്തിലുള്ള ആചാര്യന്മാർ ചെയ്യുന്നത്. ഈ ഇതിഹാസങ്ങൾ, ഇവിടെ നടന്ന ഭാരതത്തിൻ്റെ മഹത്തായിട്ടുള്ള ചരിത്രങ്ങൾ നമ്മളുടെ മനസ്സുകളിൽ നടക്കുന്നതാണ്. നമ്മളുടെയൊക്കെ മനസ്സുകളിലാണ് നടക്കുന്നത്, അല്ലാതെ പുറത്ത് ഇത് സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഇത്തരം ആചാര്യന്മാർ അറിയേണ്ടത് നമ്മൾ ഭാരതത്തെയും ഭാരതത്തിൻ്റെ ചരിത്രത്തെയും പഠിക്കുക എന്നുള്ളതാണ്. രണ്ട് ഇതിഹാസങ്ങളിലെയും നായകന്മാർ രാമനും കൃഷ്ണനുമായിരിക്കാം. പക്ഷേ ആ രണ്ട് ഇതിഹാസ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് മഹാഋഷീശ്വരന്മാരായിട്ടുള്ള മഹാജ്ഞാനികളായിട്ടുള്ള അവതാരങ്ങളെ, അവരുടെ കണ്ടെത്തലുകളെ മനസ്സിൻ്റെ ജൽപ്പനങ്ങളാക്കി, മനസ്സിൻ്റെ തോന്നലുകളാക്കി, ഇവിടെ നടക്കാത്ത ഒന്നാക്കി എഴുതി തള്ളുവാനായിട്ട് ഒരാചാര്യന്മാരും ശ്രമിക്കരുത്. നമ്മൾ ഭാരതത്തെയും ഭാരതത്തിൻ്റെ പൈതൃകങ്ങളെയും അറിയാൻ ശ്രമിക്കുക. വളരെ കുറഞ്ഞ കാലമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്, പക്ഷെ നമുക്ക് പഠിക്കാവുന്നതിൻ്റെ അപ്പുറമാണ് ഇവിടുത്തെ സബ്ജക്റ്റുകൾ. അപ്പോൾ ഓരോ സബ്ജക്റ്റുകളും ഓരോരുത്തർ കൈകാര്യം ചെയ്യുക, എല്ലാത്തിലും കയറി അഭിപ്രായം പറയാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട മര്യാദ. സംഗീതം കൈകാര്യം ചെയ്യുന്നവർ സംഗീതം കൈകാര്യം ചെയ്യുക, അവരൊരിക്കലും കയറി ആയുർവേദത്തെക്കുറിച്ച് അഭിപ്രായം പറയാതിരിക്കുക. ആയുർവേദം കൈകാര്യം ചെയ്യുന്നവർ തച്ചുശാസ്ത്രത്തെ വിമർശിക്കാതിരിക്കുക. തച്ചുശാസ്ത്രം അറിയാവുന്നവർ ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കാതിരിക്കുക. ജ്യോതിശാസ്ത്രം അറിയാവുന്നവർ ഉപനിഷത്തുകളെ പഠിക്കാതിരിക്കുക. ഉപനിഷത്തുകളെക്കുറിച്ച് അറിയാവുന്നവർ വേദങ്ങളെക്കുറിച്ച് വിമർശിക്കാതിരിക്കുക. വേദങ്ങൾ എന്താണ്? ശ്രുതികളാണ്, മാറ്റമില്ലാത്തതാണ്. ചരിത്രവും എന്താണ്? ഇതിഹാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞതാണ്. ഭാരതത്തിൻ്റെ മഹത്തായിട്ടുള്ള ചരിത്രമാണ്. അത് നിങ്ങൾ എത്ര അഭിപ്രായം പറഞ്ഞാലും അതിനകത്ത് മാറ്റങ്ങളൊന്നും വരികയുമില്ല. നിരവധി കഴിവുകളുള്ള ആചാര്യന്മാരാണ് നമുക്കുള്ളത്. പക്ഷേ എല്ലാത്തിനെക്കുറിച്ച് പറയുവാനും അറിയുവാനും പഠിക്കുവാനുമുള്ള സമയം നമുക്ക് നമ്മളുടെ ജീവിതത്തിന്, നമ്മുടെ ആയുസ്സിന് ഇല്ല എന്നും അറിയുക. പരമസത്യമാണ് ലോകത്തിന് മുന്നിൽ ഭാരതം അവതരിപ്പിച്ചിരിക്കുന്നത്. ആ പരമസത്യമാണ്, ആ ട്രൂത്താണ്, ആ പ്രിൻസിപ്പിളാണ് നമ്മുടെ ഫിലോസഫിയുടെ അടിസ്ഥാനം. ഫിലോസഫർ വേദാന്തിയാണ്. നമ്മളെ അറിവിനെ സ്വീകരിക്കുന്നവരാക്കുക. നമ്മൾ അറിവിനെ സ്വീകരിച്ചു കൊണ്ടേയിരിക്കുക. വേദത്തിന് അന്ത്യമില്ലാത്തതാണ്. വേദാന്തിയായിട്ടാണ് ഭാരതീയർ ജീവിക്കുന്നത്. തത്വമസി എന്നറിയുമ്പോഴും ഇത്രയും ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഈ ശാസ്ത്രലോകത്ത് നിന്ന്, ഈ വേദരംഗത്ത് നിന്ന് നേതി 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 എന്ന് പറഞ്ഞ് അലയുന്ന മഹാജ്ഞാനികളാണ്, വേദാന്തികളാണ് ഭാരതീയർ. നമ്മളെല്ലാത്തിനെയും അറിയാൻ ശ്രമിക്കുക. ചിലപ്പോൾ പഠിക്കാൻ കഴിഞ്ഞില്ലെന്നിരിക്കും, പക്ഷേ നമ്മൾ അബദ്ധങ്ങളെ പറഞ്ഞ് നമ്മളുടെ മക്കളെ വഴിതെറ്റിക്കാതിരിക്കുക. പുതിയ തലമുറയെ നമ്മളുടെ ആശയങ്ങൾ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.